ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തെ കുറച്ച് ചെടികളും അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. ഐസ്ക്രീം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കുരുവിന് പീനട്ടിൻ്റെ ടേസ്റ്റാണ്, അതുകൊണ്ടായിരിക്കും ആ പേരങ്ങനെ വന്നത്. നല്ല പഴുത്തതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, പക്ഷേ ഇവിടെ അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. മുത്തും ഞാനും ഇപ്പോൾ ആമിക്കുട്ടിയാണ് ഇത് കഴിക്കാറുള്ളത്. അതിനോട് ചേർന്നിട്ടൊരു തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തേനീച്ചപ്പെട്ടിയിൽ ആദ്യമൊന്നും തേനീച്ചകൾ തിരിഞ്ഞ് നോക്കാറേ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ തേനീച്ചകൾ വന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം തേനും കിട്ടി കുറച്ചായിട്ട്. ഇനി തേൻ എടുക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പൂവില്ലാത്ത ടൈപ്പിലുള്ള ഇലച്ചെടികൾ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ റാഫിക്ക് വെച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈ പേരയിൽ നിന്നാണ് നമുക്ക് അധികവും പേരയ്ക്ക കിട്ടാറുള്ളത്. അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ദിവസത്തിലൊരു 3 എന്തെങ്കിലും എന്തായാലും കിട്ടും. അങ്ങനെ പിന്നെ ഈ പ്ലാവ് ആദ്യമായിട്ട് കായ്ച്ചതാണ്. 2 ചക്ക, ഇപ്പുറത്തുള്ള ചക്ക ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അതിനി വെട്ടിയെടുക്കണം. അപ്പോൾ ഇതിന് പ്ലാവിനോട് ചേർന്നിട്ടുള്ള ഒരു കടപ്ലാവാണിത്. ഈ കടപ്ലാവ് കായ്ച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ചക്കയുടെ അവസ്ഥ. ആദ്യമൊന്നും കായ്ക്കാറുണ്ടായിരുന്നില്ല, പിന്നെ കായ്ച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല സന്തോഷമൊക്കെ ആയി. പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീടിൻ്റെ അടുക്കള വശത്തുള്ളൊരു കപ്പങ്ങ മരമാണിത്. ഇതിൽ കുറച്ച് കപ്പങ്ങയൊക്കെ കിട്ടി. നമ്മൾ പഴുപ്പിക്കാനുള്ളത് കൊടുക്കുക, കറിക്കാൻ എടുക്കാറ്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മാവാണ്, തൊട്ടുമാവാണ്. നല്ല മാങ്ങയാണ് ഇട്ടത്. പച്ചയായിരിക്കുമ്പോൾ പുളിയില്ല, പഴുത്താൽ നല്ല മധുരമുള്ള നല്ലൊരു മാങ്ങയാണ്. പക്ഷേ നമ്മുടെ കുട്ടിപ്പട്ടാളം ടീംസ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പച്ചമാങ്ങയാണ് അധികം കൂടെ കിട്ടിയിട്ടുള്ളത്. ഇത് ടെറസിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ളൊരു പേരമരമാണ്. കുഴപ്പമില്ല, നല്ല പേരൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഓക്കെ, ബൈ ബൈ, സീ യു.